TV അനുമോദി ചേരുന്നു. ലീഗ് വിരുദ്ധ വോട്ടുകൾ, സാമുദായിക വോട്ടുകൾ ഇതെല്ലാം ലഭിക്കുമെന്നുള്ള KS ഹംസയുടെ പ്രതീക്ഷ എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അനുമോദ്, ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു മണ്ഡലം പൊന്നാനിയെ അങ്ങനെയല്ലേ കണക്കാക്കേണ്ടത്? അനുമോദ്, ഒരു കാര്യം കൂടി, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വിഷയമുണ്ടല്ലോ, ഈ രണ്ടാം കിട പൗരന്മാരായി മാറേണ്ടി വരും മുസ്ലിം വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമൊക്കെ LDFന് വോട്ട് ചെയ്തില്ലെങ്കിൽ. ഇങ്ങനെ ഒരു പരസ്യം തന്നെ കൊടുത്തിരിക്കുകയാണല്ലോ LDF. ഇതിനെ ഇപ്പോൾ നേരിടുകയാണല്ലോ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂനപക്ഷ സംരക്ഷകരായി അവതരിക്കേണ്ട LDF എന്നുള്ള കൃത്യമായ സന്ദേശം നൽകുന്നുണ്ടല്ലോ. പൊന്നാനി അതിന്റെ ഒരു ഉരസി നോക്കുന്ന ഒരു ശാല കൂടിയായി മാറുകയാണല്ലോ. എന്തായാലും തീർച്ചയായും മഞ്ജുഷ്, അപർണ, നമുക്കറിയാം പൊന്നാനി കാലങ്ങളായിട്ട് UDFന്റെ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാണ് പാർലമെന്റിൽ. ഇത്തരത്തെ പ്രചരണത്തിന്റെ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് സുപ്രഭാതം പത്രത്തിൽ കഴിഞ്ഞ ദിവസം LDF പുറത്തിറക്കിയ ആ പരസ്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒന്ന്. സമസ്തയിലാണ് ഈ ഒരു പരസ്യം വന്നിട്ടുള്ളത്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, LDF ഏറ്റവും അധികം വോട്ട് ലഭിക്കുമെന്ന് കരുതുന്നത് സമസ്തയടക്കമുള്ള ലീഗിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്നവരിലാണ്. ഇന്നലെ ആ പത്രം കത്തിച്ചത് ഒരു ലീഗ് നേതാവാണെന്ന് KT ജലീലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിലിട്ടിരുന്നു. അത്തരത്തിൽ ലീഗിനുള്ളിൽ നിന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന കണക്കുകൂടലിൽ തന്നെയാണ് LDF ഇപ്പോഴും ഉള്ളത്. അതിൽ സമസ്ത വരും, ലീഗ് വരും, ലീഗ് നേതൃത്വത്തോടുള്ള വിരോധമുള്ളവർ വരും. അത്തരത്തിലാണ് ഹംസയുടെ കണക്കുകൂട്ടൽ. പക്ഷെ നമുക്കറിയാം 2014 ഒഴിച്ചു നിർത്തിയാൽ വലിയ പോരാട്ടം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ LDF നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ പ്രചരണത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. ഒന്ന്, മറുവശത്ത് സമദാനിയാണ്. സമദാനിയെ സംബന്ധിച്ച് മുഖവുരകൾ വേണ്ട, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രഭാഷകൻ, അതുപോലെ തന്നെ പാർലമെന്റേറിയൻ, എന്നതിനപ്പുറത്ത് ബഹുഭാഷാ പണ്ഡിതൻ, അദ്ദേഹത്തിന് സമസ്ത മേഖലയിലും തികഞ്ഞ അവഗാഹമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി സ്ത്രീകളൊക്കെ വഴിയിൽ ഉടനീളം കാത്തു നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതായത് അത്രയും വലിയ ഫാൻ ബേസ് സമദാനിക്കുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകേണ്ട സാധ്യതകളെ പോലും ഫാൻ ബേസ് സ്വന്തം വ്യക്തിത്വം കൊണ്ട് അല്ലെങ്കിൽ തന്റെ ആരാധകര വൃന്ദങ്ങളെ കൊണ്ട് സമദാനിക്ക് മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റുന്നുണ്ട് അവിടെ. അതൊരു യാഥാർത്ഥ്യമാണ്. സമദാനി എന്ന വ്യക്തി രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് ഒരു വ്യക്തിപ്രഭാവമുള്ള ആളാണ്. ആ വ്യക്തിപ്രഭാവം പൊന്നാനിയിൽ LDF. പക്ഷേ ഇപ്പോൾ ഈ പൊന്നാനിയിലെ 7 മണ്ഡലങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 80,000 വോട്ടുകൾ. അത്രയാണല്ലോ ഇപ്പോൾ LDF കണക്കാക്കുന്നത്. ഇത് മറികടക്കാനായിട്ട് KS ഹംസ എന്നുള്ള വിമതനെ, അതായത് ലീഗിൽ നിന്ന് പോകുന്നയാളാണല്ലോ KS ഹംസ. അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ രംഗത്തിറക്കുന്നതോടുകൂടി, അത് മാത്രമല്ല സമസ്ത അല്ലെ, സമസ്തയുടെ പിന്തുണ അത് മാത്രമല്ല സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പരസ്യം വരികയും അതിനെ ലീഗുകാർ തന്നെ കത്തിക്കുകയും ചെയ്യുന്നു. ഈ വിഷയം അവസാന നിമിഷം ആളി കത്തിച്ചാൽ അതിന് ഗുണം കിട്ടുക സ്വാഭാവികമായിട്ടും LDFനായിരിക്കുമല്ലോ. അങ്ങനെ ആ 80,000 ഡിഫറൻസ്, 193 അവിടെ നിൽക്കട്ടെ, അത് അന്നത്തെ ഒരു സാഹചര്യവും എല്ലാം കണക്കിലെടുത്താണ് ETക്ക് അത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ ഈ 80,000 ഡിഫറൻസ് അത് മറികടക്കുക അതൊരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പൊന്നാനിയിൽ പക്ഷേ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് LDF കാണുന്നത്? അതെ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 80,000 ഭൂരിപക്ഷം മറികടക്കാനുള്ള വഴികൾ LDFന് ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടുന്ന LDFന്റെ ഉറച്ച വോട്ട് ഡിഫറൻസ് ആണ് 80,000. അതിനപ്പുറത്തുള്ള വോട്ട് ബാങ്കിൽ നിന്നുള്ള വോട്ട് ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് KS ഹംസ എന്ന മുൻ ലീഗ് നേതാവിനെ തന്നെ പൊന്നാനിയിൽ കളത്തിലിറക്കിയിരിക്കുന്നത്. ഹംസയുടെ സ്വന്തം വ്യക്തിപ്രഭാവത്താൽ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്താൽ, സ്വന്തം സ്വാധീനത്താൽ ഈ വോട്ടുകൾ ലീഗിൽ നിന്നും, ലീഗിനൊപ്പം നിൽക്കുന്നവരിൽ നിന്നും, അത് സാമുദായിക സാംസ്കാരിക സംഘടനകളാവട്ടെ, നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളാവട്ടെ, അവരിൽ നിന്ന് നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ 3ാം തവണയും പൊന്നാനിയിൽ ഒരു പരീക്ഷണത്തിന് ഇടതുപക്ഷം തയ്യാറാകുന്നത്. ഹംസയുടെ പ്രചാരണത്തിൽ കൃത്യമായിട്ട് ഹംസ മുന്നവെച്ചുകൊണ്ട് തന്നെ ലീഗിനെതിരെ സംസാരിക്കുന്നു, ലീഗ് നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നു. അതാണ് ഹംസയുടെ പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഹംസ പ്രതീക്ഷിക്കുന്നത് സമസ്തയിൽ നിന്നും ലീഗിൽ നിന്നും വോട്ട് ലഭിക്കും എന്ന് തന്നെയാണ്.
ഈ ആകെ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് നിയമസഭാ മണ്ഡലങ്ങൾ കണക്കെടുത്തൽ 3ഇടങ്ങളിൽ മാത്രമാണ് UDF ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെജോറിറ്റി തിരൂരങ്ങാടിയും കോട്ടക്കലും തിരൂരും. ഈ 3 മണ്ഡലങ്ങളിൽ പക്ഷേ ലഭിക്കുന്ന ഭൂരിപക്ഷം LDF മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതലാണെന്ന വിലയിരുത്തൽ UDF അതായത് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 1 ലക്ഷത്തിന് താഴേക്ക് ഭൂരിപക്ഷം വന്നാൽ അത് LDF നേടാൻ കഴിയുന്നതിന്റെ പരമാവധിയാകും ആ ഭൂരിപക്ഷം കുറയ്ക്കുന്നത് എന്നൊരു കണക്കൂട്ടലാണ് UDF സംബന്ധിച്ച്. LDF ആണെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് ലീഗിൽ നിന്നുള്ള വോട്ടുകൾ ചോർച്ച കൊണ്ട് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ തിരിച്ചടിയാകാനുള്ള ഒരു കാര്യം തുടർച്ചയായി ഈ പ്രചരണത്തിന്റെ 1ാം ദിവസം മുതൽ ലീഗ് നേതൃത്വത്തിനെതിരെ ഹംസ നടത്തുന്ന പ്രചാരണം അത് പ്രത്യേകിച്ച് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണത്തിന് കാരണക്കാരായത് ഈ ലീഗ് നേതൃത്വത്തിന്റെ ഈ അഴിമതിയാണ്, അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ കൈമാറ്റമാണ്, ചന്ദ്രികയിലെ അത് ഡെപ്പോസിറ്റ് ചെയ്തതിനെ തുടർന്നുള്ള ED ചോദ്യം ചെയ്ത വിഷയങ്ങളാണ്. അത്തരത്തിൽ ലീഗ് നേതൃത്വത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ഹംസ. വൈകാരികമായ ഒരു വിഷയമാണ്. പക്ഷേ ഈ അബ്ദുൾ സമദ് സമദാനി എന്നയാളുടെ ഒരു വ്യക്തിപ്രഭാവം അവിടെ പ്രധാനപ്പെട്ടതാണ്. അത് ലീഗിന് ഗുണകരമാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ഒരു ബാലിക മലയാണ് പൊന്നാനി. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF ഈ ലീഗ് വിശദമാക്കുന്ന ഈ ഹാട്രിക് നേടിയ ETയെ മാറ്റിയിട്ടുള്ള ആ ഒരു പരീക്ഷണം അത് ഈ സമസ്തയുടെ ഒരു സ്വാധീനം കൊണ്ട് അത് കൂടുതൽ ഗുണകരമാകും, അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയാണ് അതിനകത്ത് വരുന്നത്. അല്ല, തുടക്കത്തിൽ അങ്ങനെ ഒരു ആരോപണവും ഒക്കെ വന്നിരുന്നു, പേടിച്ചിട്ടാണ് ETയെ മാറ്റുന്നത് എന്നൊക്കെ. പക്ഷേ പൊന്നാനി പോലെയുള്ള മണ്ഡലത്തിൽ അങ്ങനെ ETക്ക് ഇപ്പോൾ പേടിച്ച് പിന്മാറേണ്ട ഒരു സാഹചര്യമൊന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും എതിർ സ്ഥാനാർത്ഥിയായിട്ട് ആര് വന്നാലും പൊന്നാനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അത് മാത്രമല്ല അവിടെ ഒരു വലിയ വിഷയമായിട്ട് വരുന്നത് CAA വിഷയമാണ്. അതിപ്പോൾ LDFും അതിനെതിരെ രംഗത്തുണ്ട് എങ്കിൽ പോലും അത് ലീഗിനെയാണ് കൂടുതലായിട്ടും ഗുണകരമായിട്ട് സ്വാധീനിക്കുക. ലീഗിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരും. ഇവിടെ അബ്ദുൾ സമദ് സമദാനി വന്നതോടുകൂടി കൂടുതൽ ശക്തമായിട്ട് ലീഗ് കോട്ടകളിലേക്ക് കടന്നു ചെല്ലുവാൻ മുസ്ലിം ലീഗിന് കഴിയും. അത് വോട്ട് ചോർച്ച ഉണ്ടാകാതിരിക്കുന്നത്. അതാണ് സമദാനി പറഞ്ഞൊരു കാര്യം തന്നെയുണ്ടല്ലേ, മറ്റ് ചട്ടികളിൽ നിന്ന് വോട്ടുകൾ ഇങ്ങോട്ട് ചോർന്നു വരികയാണ് ചെയ്യുന്നത് ഞാൻ വന്നതോടുകൂടി എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. 62.4% മുസ്ലിം സമുദായം പൊന്നാനിയിലുള്ളത്. ഇത് വിഭജിച്ച് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് ഫലവത്തായില്ല എന്നുള്ളത് തന്നെയാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനി BJPയുടെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്നതുകൂടി നോക്കാം.